Hi everyone, welcome to SVK English classes. My name is Sunny Workike. ഇന്ന് നമുക്ക് ഒരു ഇഡിയം അല്ലെങ്കിൽ ഫ്രേസ് പഠിക്കാം. ലിവ് ഇൻ എ ബബിൾ. ബബിൾ എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഒരു കുമിള. ആ കുമിളയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുള്ള എൻവയോൺമെൻറ്റിനെ പറ്റി യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അവിടുത്തെ ആൾക്കാരെ പറ്റിയോ അവിടുത്തെ ആംബിയൻസോ അറ്റ്മോസ്ഫിയറോ ഒന്നും തന്നെ അറിയാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വേൾഡിൽ ജീവിക്കുന്ന ഒരവസ്ഥ. ഇത് കൈൻഡ് ഓഫ് ക്രിറ്റിസിസം ആയിരിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ. അയാൾ റിയാലിറ്റി ആയിട്ട് യാതൊരു ബന്ധമില്ലാതെ ജീവിക്കുക. അതാണ് ഡിഫൈൻ ചെയ്യുന്നത്. ടു ബി ഐസൊലേറ്റഡ് ഫ്രം റിയാലിറ്റി, എസ്പെഷ്യലി ഫ്രം അതർ പീപ്പിൾസ് പ്രോബ്ലംസ്, ഒപ്പീനിയൻസ് ഓർ ദ റിയൽ കണ്ടീഷൻസ് ഓഫ് ദ വേൾഡ്. ടു ലിവ് ഇൻ എ പ്രൊട്ടക്റ്റഡ് ഓർ അൺറിയലിസ്റ്റിക് എൻവയോൺമെൻറ്റ്. ഇതൊക്കെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം വരുന്നത്. പിന്നെ എക്സാമ്പിൾ പറയാം. ഹീ ലിവ്സ് ഇൻ എ ബബിൾ ആൻഡ് ഹാസ് നോ ഐഡിയ ഹൗ ഡിഫിക്കൽട്ട് ലൈഫ് ഈസ് ഫോർ ഓർഡിനറി പീപ്പിൾ. അങ്ങോർക്ക് എല്ലാ സൗകര്യമുണ്ട്, അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയുന്നില്ല. ഒരു ബബിളിൽ കിടക്കുന്ന മാതിരി സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കുന്നു എന്നൊന്നും മനസ്സിലാക്കാതെ ജീവിക്കുക. ഒരു ബബിളായി പോയാണ്. വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇഫ് യു ലിവ് ഇൻ എ ബബിൾ, ക്രിറ്റിസിസം കംസ് ആസ് എ ഷോക്ക്. നിങ്ങളൊരു ബബിളിൽ ജീവിച്ചാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യും. അത് നാച്ചുറലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ നല്ലതാണ്. അല്ലെങ്കിൽ ടു ലിവ് ഇൻ എ ബബിൾ, ഈ ലിവ് ഇൻ എ ബബിൾ എന്ന് ആൾക്കാർ പറയും. വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. സെലിബ്രിറ്റീസ് ഓഫൺ സീം ടു ലിവ് ഇൻ എ ബബിൾ ഡിസ്കണക്റ്റഡ് ഫ്രം എവരിഡേ റിയാലിറ്റീസ്. സെലിബ്രിറ്റീസ് അവരുടേതായിട്ടുള്ള ഹൈ പ്രൊഫൈൽ ലൈഫിൽ ജീവിച്ചു പോരുന്നു. അവർ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഒന്നും അറിയുന്നില്ല. അതുകൊണ്ട് അവർക്കും ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വരും. I think this is a good idiom for today. Thank you for watching.